ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നവ്യ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു നവ്യയെ വിളിക്കുന്നുണ്ടായിരുന്നേ. അനന്തപുരിയിലെത്തിയോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്ദുവിൻ്റെ അടുത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ചന്തുമോളെന്നൊരു കുട്ടിയുണ്ട്, അത് ആദർശേട്ടൻ്റെ മോളാണെന്ന് പറയുന്നു. ഇവിടെ ആകെ കുഴപ്പത്തിലാണ് കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ പറയുകയാണേ. ആദർശേട്ടന് വഴിപിഴച്ചുണ്ടായ കുട്ടിയാണ് ചന്തുമോളെന്നിങ്ങനെ പറയുമ്പോൾ നന്ദുവിനാണെങ്കിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നന്ദു പറയുകയാണ് ആദർശേട്ടൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല എന്നിങ്ങനെ നന്ദുവും പറയുന്നുണ്ടായിരുന്നേ. നവ്യ പറയുന്നുണ്ടായിരുന്നു ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ച ആദർശേട്ടൻ തെറ്റ് ചെയ്യത്തില്ല എന്ന്. പക്ഷേ ആദർശേട്ടൻ തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞു. നയനയാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ചന്തുമോളെ കാണുന്നതെന്ന്. അപ്പോഴും നന്ദു വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന്. അതുകൊണ്ട് ഞാൻ നയനേച്ചിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കട്ടെ എന്ന് പറയുകയാണ് നന്ദു. അതിനുശേഷം നന്ദു കോൾ കട്ട് ചെയ്യണേ. അതിനുശേഷം നന്ദു ആണെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശേട്ടന് ഇങ്ങനെ തെറ്റ് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് തുഷാര അങ്ങോട്ട് വരുന്നത്. അപ്പോൾ തുഷാര എടുത്ത് നന്ദു പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടന് ഒരു കുഞ്ഞുണ്ടെന്ന്, അനന്തപുരിയിൽ ഇപ്പോൾ ആ കുഞ്ഞുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അത് ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നാണ് നവ്യേച്ചി ഇപ്പോൾ പറഞ്ഞു തന്നപ്പോൾ തുഷാര ചോദിക്കുകയാണ് നീ നിൻ്റെ ആദർശേട്ടനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലല്ലോ, നല്ല ആളെന്നല്ലേ നീ എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നതെന്ന്. ഇപ്പോഴും ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആദർശേട്ടന് അങ്ങനെ തെറ്റ് സംഭവിക്കില്ല, ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല. നയനേച്ചിയും അതുകൊണ്ടല്ലേ ആദർശേട്ടന് കൂടെ നിൽക്കുന്നു. എന്തായാലും ഇതിനൊരു വ്യക്തത പറഞ്ഞെങ്കിൽ നയനേച്ചി ഒന്ന് വിളിക്കണമെന്ന് പറയണേ. അതിനുശേഷം നയനയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് സത്യ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസമായി എന്നിങ്ങനെ പറയണേ. അപ്പോൾ ആദർശ് പറയുകയാണ് എനിക്കൊരു ആശ്വാസം ആയിട്ടില്ല എന്ന്. ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ ഓടി വന്ന് വീട്ടിലെല്ലാവരുടെ അടുത്തും പറയാമെന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ വന്നതെന്ന്. എനിക്ക് എന്നിട്ട് ആരുടെ അടുത്തും കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നയനെ പറയണം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ആദർശേട്ടാ, അത് പോരെ എന്ന് ചോദിക്കുകയാണേ. എൻ്റെ അച്ഛൻ്റെ അടുത്തെങ്കിലും സത്യങ്ങളെല്ലാം തുറന്ന് പറയാമായിരുന്നു, ഒരുപാട് അസുഖങ്ങളുള്ള ആളല്ലേ, എങ്ങനെ ഇതെല്ലാം താങ്ങുമെന്നിങ്ങനെ പറയുമ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു ഇനി സത്യം പറഞ്ഞാലും അച്ഛനെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അഭിയാണെങ്കിൽ നവ്യേച്ചി നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ടല്ലോ, ആ ആശ്വാസത്തിലാണ് അമ്മയും അച്ഛനും എന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു നീയും മുത്തശ്ശനും ഒക്കെ എന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അമ്മ ഇപ്പോഴും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ആ ഒരു വിഷമം എൻ്റെ ഉള്ളിലുണ്ട് എന്ന്. നമുക്ക് കുറച്ചും കൂടി പോകാം, എന്നിട്ടും അമ്മ മാറുന്നില്ലെങ്കിൽ എല്ലാ സത്യങ്ങളും അമ്മയുടെ അടുത്ത് പറയാം. അമ്മ എപ്പോഴാണെങ്കിൽ ചന്തുമോളെ സ്നേഹിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നന്ദു നയനയെ വിളിക്കുന്നുണ്ടായിരുന്നേ. ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ നയന പറയുകയാണ് പ്രതി എൻ്റെ അടുത്തുണ്ട്, നീ തന്നെ ചോദിച്ചെല്ലാം മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് ആദർശിൻ്റെ കയ്യിൽ നന്ദു വിളിച്ച ഫോൺ കൊടുക്കുകയാണേ നയന. നന്ദു ചോദിക്കുകയാണ് ആദർശേട്ടാ എന്താ പറ്റിയത്, എന്താ ഞാൻ കേൾക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് ചോദിക്കുകയാണ് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ നന്ദു പറയുകയാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. എന്ത് പറ്റിയതാണെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ് നീയെങ്കിലും ആ കാര്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ എടുത്തിട്ടുണ്ടല്ലോ, നിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയും ഉൾപ്പെടെ ഈ കാര്യങ്ങളൊന്നും അതിൻ്റേതായ രീതിയിൽ എടുത്തിട്ടില്ല, നീയെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. എന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു ചന്തുമോള അവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ നയനെ പറയുകയാണ് നീ ചന്തുമോളെ കണ്ടിട്ടില്ല, ഞാൻ വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നയനെ അവിടുന്ന് പോവുകയാണ്. ചന്തുമോള അനിയുടെ അടുത്ത് ബോൾ കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നയനെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നയനയാണെങ്കിൽ ചന്തുമോളെ കൊണ്ടുപോയി വീഡിയോ കോൾ ചെയ്യുകയാണ് നന്ദുവിന്. നന്ദു ആണെങ്കിലും ചന്തുമോളുടെ പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അനി വന്നിട്ട് ഹലോ എന്നൊക്കെ വിളിക്കുകയാണ്. നന്ദു അനിയെ മൈൻഡ് ചെയ്യുന്നില്ല. അതിനുശേഷം ചന്തുമോളടുത്ത് പേരൊക്കെ ചോദിക്കുകയാണ്, ശരിക്കുള്ള പേര് ചന്തുമോളാണോ എന്നൊക്കെ ചോദിക്കുകയാണ് നന്ദു. അപ്പോൾ അനി പറയായിരുന്നു മോളുടെ ശരിക്കുള്ള പേര് ചാന്ദിനി എന്നാണെന്ന്. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാൻ മോളുടെ അടുത്തല്ലേ എന്നിട്ട് നന്ദു പറയുന്നുണ്ടായിരുന്നു എൻ്റെ പേര് നന്ദു, മോളുടെ പേര് ചന്തു എന്ന്. അപ്പോൾ അനാമിക അവിടെ വരികയാണ്. അനാമിക പറയുകയാണ് എൻ്റെ പേര് അനാമിക എന്നാണെന്ന്. അനാമിക എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നീ അവിടെ ആയിരിക്കുന്നുണ്ട്, അനീനെ കാണാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും നിൻ്റെ ചേച്ചി ഇപ്പോൾ വീഡിയോ കോൾ വിളിച്ച് നിനക്ക് അനീനെ കാണിച്ചു തരുന്നതെന്ന്. അനാമിക നല്ല ദേഷ്യത്തിലാണ് നന്ദുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നന്ദുവിന് നല്ല ദേഷ്യം വരികയാണ്. നന്ദു പറയുന്നുണ്ടായിരുന്നു നീ വെച്ചിട്ട് പോടി, ഫോൺ കട്ട് ചെയ്തിട്ട് പോടി എന്ന് പറയുകയാണ്. അതിനുശേഷം നന്ദു ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം അനാമിക അതിൻ്റെ പേരിൽ അവിടെ വഴക്കുണ്ടാക്കുകയാണ്. നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ അനിയത്തിക്ക് അനീനെ വിളിച്ച് കാണിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞ്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ഞാൻ അനീനെ കാണിക്കാനല്ല നന്ദുവിനെ വിളിച്ചത്, ചന്തുമോളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നന്ദുവിനെ വിളിച്ചതെന്ന് പറയുകയാണ് നയനയും. ഞാൻ ചന്തുമോളെ കാണിക്കാൻ വിളിച്ചാണ്, അനി ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അനാമികയ്ക്ക് പറയാനുള്ളതൊക്കെ അനാമിക ദേഷ്യത്തിൽ പറയുകയാണ് നയനെ. എന്നിട്ട് അനാമിക നയനയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങളെ ഭർത്താവേ വഴിതെറ്റിപ്പോയി, അതുകൊണ്ട് എൻ്റെ ഭർത്താവ് വഴിതെറ്റിപ്പോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കണമെന്നൊക്കെ നയനയെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അനാമിക. ഏട്ടത്തിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അനി ഇങ്ങനെ പറയണം. അപ്പോൾ ദേഷ്യത്തിൽ അനാമിക ഓരോന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകണം. അപ്പോൾ നയനയുടെ അടുത്ത് അനി ചോദിക്കുന്നുണ്ടായിരുന്നു ഏട്ടത്തി എന്താ ഒന്നും മിണ്ടാതെ അവൾ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് നിന്നതെന്ന്. നയന പറയുന്നുണ്ടായിരുന്നു അവൾ പറയുന്നതിലും കാര്യമുണ്ടല്ലോ, നിന്നോടത്ത് ആരാ പറഞ്ഞാൽ അവളെ വിളിക്കാൻ വേണ്ടി, ഇതിങ്ങനെ തുടരാൻ പറ്റത്തില്ല, ഞാനാണ് നന്ദുവിനെ വിളിച്ചത്, ഇനി ഒരിക്കലും അനി നന്ദുവിനെ വിളിക്കരുതെന്നൊക്കെ നയന അനിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നേ.
നയനി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ എനിക്ക് ആകെ വിഷമമാവുകയാണ്. പിന്നീട് ദേവയാനിയുടെ അടുത്ത് ജാനകി ചോദിക്കുകയാണ്, ഈ സമയത്ത് ചോദിക്കാമെന്ന് അറിഞ്ഞൂടെ, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഏട്ടത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സന്തോഷമല്ലേ, മരുമോളെ ഏട്ടത്തി സ്നേഹിക്കാത്തത് കൊണ്ട് തന്നെ മരുമോൾ ഇപ്പോൾ മറ്റൊരു കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ലേ, അത് കാണുമ്പോൾ ഏട്ടത്തിക്ക് സന്തോഷമില്ലേ എന്ന്. അപ്പോഴേക്കും അനാമിക അവിടെ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, വലിയമ്മയുടെ മരുമകളാണെങ്കിൽ അവളുടെ അനിയത്തിയെ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് അനിയെ കാണിച്ചു കൊടുക്കുകയാണ്, അവർ സംസാരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. അവർക്ക് അവരുടെ ഭർത്താവ് വഴിതെറ്റിപ്പോയാൽ ഭയങ്കര സങ്കടമുണ്ട്. മറ്റൊരു തീരെ കുഞ്ഞിനെയല്ലേ അവർ നോക്കുന്ന, അതിൻ്റെ പ്രതികാരമാണ് അവരെല്ലാവരുടെ അടുത്തും തീർക്കുന്നതെന്ന് ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, അവൾ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന്. അപ്പോൾ ആ സമയത്ത് നയന അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചന്തുമോളെ കാണിക്കാൻ വേണ്ടി നന്ദുവിനെ വിളിച്ചതാണ്, അല്ലാതെ അനിയെ കാണിക്കാനല്ല എന്ന്. നയന പറയുന്നുണ്ടായിരുന്നു, നന്ദു അനിയൊന്നും കൂട്ടുകൂടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, നന്ദുവിനെ അനിയെ ഞങ്ങൾ നല്ല രീതിയിൽ ഉപദേശിക്കാറുണ്ട് എന്നൊക്കെ നയന പറയുന്നത് ജാനകിയും അനാമികയൊന്നും ഇതൊന്നും വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അനാമികയും പറയുന്നുണ്ടായിരുന്നു, ഇവളുകൾ രണ്ടുപേരും വന്നതുപോലെ ഇനി മൂന്നാമത് ഒരുത്തിയെ കൂടി കൊണ്ടുവരാൻ വേണ്ടി ഇവൾ കളിക്കുന്ന നാടകമാണ് എന്ന്. രണ്ടെണ്ണം അർഹത ഇല്ലാതെ ഈ വീട്ടിനകത്ത് കടന്നുകൂടി ഇനി മൂന്നാമത്തവളെയും കൊണ്ടുവരാൻ വേണ്ടി ഇവർ തമ്മിൽ കളിക്കുന്ന നാടകങ്ങളാണ് എന്ന്. ദേവേനയാണ് നയനയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്, സ്വന്തം ഭർത്താവിൻ്റെ തെറ്റ് ന്യായീകരിച്ച് നടക്കുന്നവളല്ലേ നീ, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നേ. നയനയാണെങ്കിൽ അനാമികയുടെ അടുത്ത് പറഞ്ഞിട്ട് പോവുകയാണ്, ഞാനൊരു തെറ്റുമൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് എനിക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല എന്ന്. എന്നിട്ട് നയന അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴും അനാമിക പറയുകയാണ്, ആരിവിടെ നിന്ന് പുറത്തു പോയാലും അവൾ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് തോന്നുന്നു എന്ന് അനാമികയും പറയുന്നുണ്ടായിരുന്നേ. ദേവേനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഞാനിവിടെ നിന്ന് പുറത്തു പോയാലും എൻ്റെ മരുമകൾ ഇവിടെ തന്നെ കാണും എന്ന്. പിന്നീട് ജാനകി ദേവേനി എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഏട്ടത്തി എന്താ മനസ്സിൽ ഓർക്കുന്നതെന്ന്, ഇവളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയല്ലേ വേണ്ടതെന്ന്. അപ്പോൾ ദേവേനി പറയുകയാണ്, അത് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്ന്. പിന്നീട് ദേവയാനി നേരെ അനിയുടെ അടുത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് അനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ അനാമിക മോളെ വിഷമിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അനി പറയുകയാണ്, ഞാൻ ആരെയും വിഷമിപ്പിച്ചൊന്നുമില്ല, ഏട്ടത്തി ചന്തുമോളെ കാണിക്കാൻ വേണ്ടിയാണ് നന്ദുവിനെ വിളിച്ചത്, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, സത്യത്തിൽ അതാണ് നടന്നത്, അല്ലാതെ എന്നെ കാണിക്കാനല്ല നന്ദുവിനെ വിളിച്ചതെന്ന്. വലിയമ്മ വിചാരിക്കുന്നത് പോലെയല്ല അനാമികയുടെ സ്വഭാവം. വലിയമ്മയുടെ മുൻപിൽ ഈ വീട്ടിലുള്ളവരെയും കാണിക്കാൻ വേണ്ടി അവൾ പരിശുദ്ധിയാവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അവൾക്ക് എവിടെ വേണമെങ്കിലും കറങ്ങി നടക്കാൻ, ആരെ കൂടെയെങ്കിലും പോവാൻ, ഞാൻ ആരെയും വിളിക്കുകയും സംസാരിക്കാനോ പാടില്ല. കല്യാണം കഴിഞ്ഞതോടെ എൻ്റെ ജീവിതവും സന്തോഷം എല്ലാം പോയി, മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒന്നും സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതിയാണ് ഞാൻ എല്ലാം സഹിച്ചു നിൽക്കുന്നത്. പിന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത് എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ദേവയെ എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ നന്ദുവിനെയും തുഷാരെയാണ് കാണിക്കുന്നത്. ട്രെയിനറാണെങ്കിൽ അവർക്ക് ഭയങ്കര തലവേദനയാണ്. അപ്പോൾ ട്രെയിനറെ കുറിച്ചാണ് രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നേ. ട്രെയിനർ ഇവിടെ ഉണ്ടെങ്കിൽ ട്രെയിനിങ് പൂർത്തിയാക്കി ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല എന്നാണ് നന്ദു പറയുന്നത്. പഴയതുപോലെ ഇയാളെ അടിച്ചൊതുക്കി വരുമോയെന്ന് നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനി അടിക്കാൻ പോയി ഇനി പിടിക്കപ്പെട്ടാൽ ഇനി പോലീസ് യൂണിഫോം ഇടാമെന്നുള്ള മോഹമൊന്നും നടക്കത്തില്ല എന്ന് നന്ദു പറയുന്നുണ്ടായിരുന്നേ. നന്നായിട്ട് ട്രെയിനിങ് പൂർത്തിയാക്കി ആദ്യത്തെ പോസ്റ്റ് നാട്ടിൽ തന്നെ കിട്ടുകയാണെങ്കിൽ നാട്ടിൽ ഒരുപാട് കേസുകളൊക്കെ തെളിയിക്കാനുണ്ടായിരുന്നു. ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നും കണ്ടുപിടിക്കാമായിരുന്നു. അനാമികയ്ക്ക് ഒരു മാല വലിയമ്മ കൊടുത്തിരുന്നല്ലോ, അത് മോഷണം പോയി അതെൻ്റെ അച്ഛനെയും അമ്മേൻ്റെയും തലയിലാണിട്ട്, അതിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ കണ്ടുപിടിക്കാമായിരുന്നു. നമുക്ക് ട്രെയിനിങ് പൂർത്തിയാക്കി ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ട്രെയിനറെ മാറ്റണം എന്നിങ്ങനെ പറയുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.